നിങ്ങളെല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യും. നിങ്ങളെപ്പോലെ ശ്രേഷ്ഠതയുള്ള ഒരു സദസ്സിനെ അഭിമുഖീകരിക്കുവാൻ വലിയ പര്യാപ്തതയൊന്നും ഉള്ളവനായി എന്നെ തന്നെ ഞാൻ കണക്കാക്കുന്നു. ഞാനൊരു സഭയുടെ നേതാവല്ല. ഞാനൊരു കൊച്ചു പ്രാദേശിക സഭയിൽ ആരാധിക്കുന്ന ഒരാരാധകൻ. 1972 എൻ്റെ കർത്താവിൻ്റെ സുവിശേഷം കേൾക്കുവാൻ ബധിരനായ എന്നെ ദൈവം സഹായിച്ചു. എൻ്റെ ഒരു ചെവിയുടെ കേൾവി കർത്താവ് പരിപൂർണമായി എടുത്തു കളഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് എനിക്ക് ദൈവത്തിൻ്റെ ജീവനുള്ള ശബ്ദം കേൾക്കുവാൻ ഇടയായത്. അതുവരെ ഞാനൊരു കത്തോലിക്കനായി ജീവിക്കുകയായിരുന്നു. അന്നു മുതൽ ഇന്നുവരെയും ദൈവത്തെയും ദൈവസഭയെയും ദൈവദാസന്മാരെയും സേവിച്ച് ഒരു പ്രാദേശിക സഭയിൽ ആരാധിക്കുന്ന ജോലി മാത്രമേ എനിക്കുള്ളൂ. പിന്നെ അവസരം കിട്ടുന്ന സമയങ്ങളിലെല്ലാം പോയി സുവിശേഷം പ്രസംഗിക്കും. അങ്ങനെ എളിയവനായി എനിക്ക് അമേരിക്കയിലെ പെന്തക്കോസ്ത് സഭകളുടെ ഈ സംയുക്ത സംരംഭത്തിൽ ദൈവവചനം ശുശ്രൂഷിക്കുവാൻ ലഭിച്ച വലിയ പദവിക്ക് വേണ്ടി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതൊരുക്കി തന്ന സ്നേഹിതർക്ക് നന്ദി പറയുകയും ചെയ്യും. കേരളത്തിലെ വിവിധ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിലുള്ള വിശ്വാസികളും സഭാ ലീഡർഷിപ്പും സഹകരിച്ച് കലാലയങ്ങളിൽ സുവിശേഷം എത്തിക്കുവാൻ, പൂർണ്ണ സുവിശേഷ സത്യങ്ങൾ ഉയർത്തുവാൻ രൂപീകരിച്ചിരിക്കുന്ന ഇന്റർ കൊളീജിയറ്റ് പ്രയർ ഫെലോഷിപ്പിന്റെ നന്ദിയും വന്ദനവും ഈ സമയത്ത് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. എന്നേക്കാൾ കേവലം 2 മാസം മാത്രം പ്രായക്കൂടുതലുണ്ടായിരുന്ന കർത്താവിൻ്റെ വിശ്വസ്തദാസൻ പ്രൊഫസർ വി അച്ചൻകുഞ്ഞ് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസം 24-ാം തീയതി ഹൃദ്രോഗബാധയെ തുടർന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ആ ജ്യേഷ്ഠ സഹോദരൻ്റെ ശുശ്രൂഷ അവസാനിച്ചപ്പോൾ ഉണ്ടായ വിടവ് നികത്തുവാനായിട്ടാണ് നിർബന്ധിതനായി ഈ മേൽപ്പട്ട അണിയുവാൻ എനിക്കിടയായത്. പ്രിയ സഹോദരൻ്റെ കുടുംബത്തിനു വേണ്ടി സ്വദേശത്തും വിദേശത്തുമുള്ള അനേക ദൈവമക്കൾ വളരെ കരുതിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അമേരിക്കയിലെ അനേക ദൈവമക്കൾ ഉദാരമായ രീതിയിൽ ആ കുടുംബത്തിന് വേണ്ടി കരുതി ഞങ്ങളെ ഏൽപ്പിച്ച 11 ലക്ഷത്തിലധികം രൂപ അദ്ദേഹത്തിൻ്റെ വിധവയുടെയും മാതാപിതാക്കളുടെയും മക്കളുടെയും സംരക്ഷണത്തിനായി പൂർണ്ണമായി വേർതിരിച്ച് നിക്ഷേപിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി സഹായിച്ച എല്ലാ ദൈവമക്കളെയും ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ആ കുടുംബത്തോട് ചേർന്ന് ഞാൻ നിങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ദൈവനെ ശുശ്രൂഷയ്ക്കാണ് ഞാൻ കൂടുതൽ സമയം എടുക്കാൻ പോകുന്നത്. ഇവിടെയുള്ള സ്റ്റോളുകളെല്ലാം നോക്കുകയാണെങ്കിൽ ഏറ്റവും വില കുറച്ച് സജ്ജീകരിച്ചിരിക്കുന്ന ഒരു സ്റ്റാള് കാണും. അതെൻ്റെ സ്റ്റോളാണ്, ICPFൻ്റെ സ്റ്റോളാണ്. നിങ്ങൾ ആ എളിയ സ്റ്റോൾ സന്ദർശിക്കണമെന്ന്. അവിടെയുള്ള ചില ICPFൻ്റെ ലേഖകൾ ലിറ്ററേച്ചർ ഫ്രീ ആയിട്ടുള്ളത് സ്വീകരിക്കണം. ഈ പ്രസ്ഥാനത്തിൻ്റെ കൂട്ടായ്മയിൽ സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഒരു കാസറ്റ് അവിടെയുണ്ട്. ദൈവത്തിൻ നാമത്തിൽ നാം ചേർന്നിടും സമയങ്ങളിൽ എന്ന വിഖ്യാതമായ പാട്ടെഴുതിയ സഹോദരൻ MB നയനാൻ എഴുതിയ പാട്ടുകൾ. ICPFൻ്റെ ഒരു അഭ്യുതകാംക്ഷയാണ് അദ്ദേഹം. ICPFൻ്റെ ശുശ്രൂഷയിൽ കൂടെ മുൻപോട്ട് വന്ന് ദൈവകൃപയിൽ നിൽക്കുന്ന യുവാക്കന്മാർ ശബ്ദവും ട്യൂണും ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായി രചിച്ചിരിക്കുന്ന ഒരു കാസറ്റ് ഉണ്ട്. അതിൻ്റെ സെയിൽ പ്രൊസീഡ്സ് മുഴുവൻ ICPFന് ഒരു DTP സിസ്റ്റം വാങ്ങുന്നതിനായി വേർതിരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അതിൻ്റെ ഓരോ കാസറ്റ് വാങ്ങി പോകണം ദയവായി നിങ്ങളുടെ അപേക്ഷിക്കും. നമുക്കിനി ദൈവവചനത്തിലേക്ക് കടക്കാം. പെന്തക്കോസ്തുകാരെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ഒരു ബൈബിൾ സ്കൂൾ അധ്യാപകനായി തീർന്നത്. കർത്താവിൻ്റെ കൃപയാൽ BD പാസ്സായപ്പോൾ എൻ്റെ ബാച്ചിൽ ഉള്ളവരെക്കാരെല്ലാം സെറാംപൂരിൽ നിന്ന് കൂടിയ മാർക്കോട് ഞാൻ പാസ്സായി. അപ്പോൾ ഞാൻ വിചാരിച്ചു തീർച്ചയായിട്ടും എൻ്റെ കോളേജിൽ ഞാൻ പഠിച്ച സെമിനാരിയിൽ എന്നെ വാദ്യാരായി വിളിക്കുമെന്ന്. എന്നെ വിളിച്ചില്ല.
4 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രിൻസിപ്പൽ എനിക്ക് സ്കോളർഷിപ്പ് തന്നു. അവിടെ തന്നെ MTH പഠിക്കാൻ കൊണ്ടുപോയപ്പോൾ ഞാൻ വിചാരിച്ചു തീർച്ചയായിട്ടും എന്നെ MTH പഠിപ്പിച്ചതിന് ശേഷം ഇവിടെ പഠിപ്പിക്കാൻ വിളിക്കണം. വിളിച്ചില്ല. ഞാൻ അന്ന് കേരളത്തിലെ ഒരു സമുന്നത പെന്തക്കോസ്ത് സെമിനാരിയിലേക്ക് അപേക്ഷിച്ചു. 800 രൂപ ശമ്പളം തന്നാൽ ഞാൻ വന്ന് പഠിപ്പിക്കാമെന്ന്. എന്നെ വിളിച്ചില്ല. അവസാനം വളരെ നിരാശയോടുകൂടെ ദൈവസേന, കർത്താവേ, ഇത്രമാത്രം നിന്റെ വചനം പഠിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, കൊതിക്കുന്നു. നീ എന്നെ ക്രമീകരിച്ചിരിക്കുന്നു, വചനം പഠിപ്പിക്കാൻ കൃപയും തന്നിട്ടുണ്ട്. ഒരൊറ്റ ഇന്റർവ്യൂവിൽ പോലും തോറ്റിട്ടില്ല. പക്ഷേ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ എന്നെ ആരും എടുത്തില്ല. വളരെ വിഷമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എന്റെ പ്രിൻസിപ്പൽ എന്നെ വിളിച്ചു പറഞ്ഞു, എടോ, തനിക്ക് ഭാരതത്തിന്റെ സഭയെക്കുറിച്ച് വിശാലമായൊരു വീക്ഷണം കാണും. ശരി. എടോ, താൻ നിൽക്കുന്ന ഈ കൊച്ചു പെന്തിക്കോസ് സമുദായത്തിൽ നിന്നാൽ തനിക്ക് കുറെ പെന്തിക്കോസുകാരെ സ്വാധീനിക്കാമെന്നല്ലാതെ വിശാലമായ ഭാരത സഭയെക്കുറിച്ച് ഒരു വീക്ഷണത്തിൽ കൂടെ, ദർശനത്തിൽ കൂടെ തനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് താൻ CNIയിൽ ചേർന്നാൽ ഈ സെമിനാരിൽ പഠിപ്പിക്കാൻ എടുക്കാമെന്നു. ഞാൻ സാറേ വേറൊന്നും പറഞ്ഞു, സഭ വിടാൻ മാത്രം പറയരുത്. കർത്താവിന്റെ മഹാകരുണയാൽ 1984 ഞാനൊരു സുവിശേഷ വേലക്കാരിയെ കല്യാണം കഴിച്ചു. അവൾ ബ്രദറൻ പശ്ചാത്തലത്തിൽ നിന്ന് വന്നതാണ്. ഇന്ന് അവൾ എന്നേക്കാൾ നല്ലൊരു പെന്തക്കോസ്തുകാരിയാണ്. എന്റെ വിവാഹം കഴിഞ്ഞപ്പോൾ എന്റെ പ്രിൻസിപ്പൽ വളരെ സന്തോഷപൂർവ്വം എന്നെ വിളിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ സ്വീകരണം തന്നിട്ട് പറഞ്ഞു, എടോ, താൻ CNIയിൽ ചേരണ്ട, താൻ ഒരു ബ്രദറുകാരനായാൽ മതി, തന്നെ അടുത്ത വർഷത്തോട് പഠിപ്പിക്കാൻ എടുക്കണം. ഞാൻ സാറേ നടക്കത്തില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. പക്ഷേ 1972 യേശു ക്രിസ്തുവിന്റെ നിർമ്മല സുവിശേഷത്തിന്റെ കതിരുകളുമായി എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നത് പെരുമ്പെട്ടിലെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ സഭാ ശുശ്രൂഷകനായിരുന്നു. അന്നു മുതൽ ഇന്ന് വരെയും എല്ലാ ദിവസവും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവകൃപയിൽ എന്നെ പരിപാലിച്ച് പരിശുദ്ധ ത്രിത്വം ഏതോ ഒരു സാധാരണക്കാരന്റെയും അനുഭവമാണെന്ന് എന്നെ പഠിപ്പിച്ചു തന്ന പൂർണ്ണ സുവിശേഷ സത്യത്തെ മാറ്റിവെച്ചിട്ട് ഒരു ജോലി എടുക്കുവാൻ ഞാൻ ആഗ്രഹിച്ചില്ല. വലിയ വില കൊടുക്കുവാൻ കർത്താവ് സഹായിച്ചു. ഞാൻ പെന്തക്കോസ്ത് പ്രസ്ഥാനത്തെ വില കൊടുത്ത് സ്നേഹിക്കുന്നത്. ഞാനൊരു പെന്തക്കോസ്തുകാരനാണെന്ന് അഭിമാനിക്കുന്നു. ഇംഗ്ലണ്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ എന്നെ ഈ സെമിനാരിക്കാരെല്ലാം തിരിച്ചു വിളിച്ചു. ഒരു കാലത്ത് സീറ്റ് തരാതിരുന്നവരൊക്കെ പറഞ്ഞു, കുഞ്ഞെ ഇവിടെ വാ, ഇവിടെ വാ, ജാക്കറ്റ് പിടുത്തം പോലെ എല്ലാവരും ഞങ്ങളുടെ വീടെ ഇങ്ങനെ ഒന്ന് വിളിച്ചു. ഇപ്പോൾ എന്നെ പഠിപ്പിക്കാൻ വിളിക്കുന്ന, പ്രസംഗിക്കാൻ വിളിക്കുന്ന ഏതോ ഒരു സാഹചര്യത്തിലും ഞാൻ സധൈര്യം പറയും, ഞാൻ പെന്തക്കോസ്തുകാരനാണ്. എന്നെ ആരെങ്കിലും വലിയ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പറയും ഞാൻ പെന്തക്കോസ്തിലെ ഒരു ഓദേശിയാണെന്ന് പറയും. കാരണം പൂർണ്ണ സുവിശേഷ സത്യം രുചിച്ചറിഞ്ഞ് അതിന്റെ പ്രായോഗികത മനസ്സിലാക്കിയതിനു ശേഷം ഇതിനെക്കുറിച്ച് അഭിമാനിക്കുവാനല്ലാതെ, ഇതിനെക്കുറിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനല്ലാതെ, നാൾക്കുനാൾ ഇതിന്റെ മാറ്റം കർത്താവേ ന്യൂനതകളാതെ ഇതിന്റെ പുതുമയിലും ഇതിന്റെ നുറുമയിലും നറുമയിലും എന്നെ വളർത്തണമേ, എന്നെ സഭയെ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവിനെ സഹായിക്കുന്നു. ഞാൻ പെന്തക്കോസ്ത് പ്രസ്ഥാനത്തെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നു, പെന്തക്കോസ്ത് വിശ്വാസത്തെ ശ്ലാഘിക്കുന്നു. എന്നാൽ എനിക്ക് പെന്തക്കോസ്റ്റലിസത്തെ കുറിച്ച് വലിയ ഭയങ്ങൾ. അകത്തെ പുള്ളി ആയതിനാലും ഇത് നമ്മുടെ കുടുംബയോഗം ആയതിനാലും നാം എല്ലാവരും ഒരുപോലെ ദൈവം നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തെ കുറിച്ച് ദൈവത്തോട് നന്ദിയുള്ളവരാകയാലും ഒരിക്കലായി നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം കാത്തു സൂക്ഷിക്കുക എന്നുള്ള ദൈവത്തിന്റെ ആ ഉദ്ബോധനം എനിക്കും നിങ്ങൾക്കും ഒരുപോലെ ഭാരമായി കിടക്കുന്നതിനാലും ഇന്ന് രാത്രി എന്റെ ഹൃദയത്തിൽ ഈ പ്രസ്ഥാനത്തെ കുറിച്ചുള്ള വലിയ ചില ഭാരങ്ങൾ ദൈവത്തിൽ കൂടെ പങ്കുവയ്ക്കുവാനാണ് കർത്താവിന്റെ ആത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ ചിന്താവിഷയം പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നുള്ളതാണ്. പെന്തക്കോസ്തുകാരായ നമ്മളോടാരും പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കുറിച്ച് പറയണ്ട. നാം എല്ലാവരും അല്ലെങ്കിൽ അവിടെ പിതാക്കന്മാരൊക്കെ ധരിച്ചിരുന്നത് നിവിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനായ ഏകനും വിശുദ്ധവുമായ റൂഹായിലും നമ്മൾ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ ഇടയിൽ പ്രവാചകനും അപ്പസ്തോലനും അല്ലാതിരുന്ന ചില പാപങ്ങളുടെ മേൽ
പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് നിയന്ത്രിക്കുവാൻ മേലാത്തതായ രീതിയിൽ അത്യുന്നതന്റെ ശക്തിയുടെ വ്യാപാരം ഉണ്ടായി. ദൈവം വലിയ വേല ചെയ്താണ് നമ്മൾ ഓരോരുത്തരും, അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ, മാതാക്കന്മാർ ഓരോ പ്രാദേശിക സഭയുടെ നെടുന്തൂണുകളായി തീർന്നത്. അപ്പോസ്തലന്മാരിൽ കൂടെ, നിബിയന്മാരിൽ കൂടെ സംസാരിച്ച ദൈവത്തിന്റെ ജീവനുള്ള പരിശുദ്ധ റൂഹ ഈ നൂറ്റാണ്ടിന്റെ ആരംഭങ്ങളിൽ മലങ്കരയിലെ സാധാരണക്കാരുടെ അക്ഷര വിദ്യാഭ്യാസമില്ലാത്ത പാവം പിടിച്ച അമ്മച്ചിമാരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചതിന്റെ വലിയ ഫലങ്ങളായിട്ടാണ് നാം എല്ലാവരും ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്കരയിരുന്ന് ഈ ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീർന്നിരിക്കുന്നു. അപ്പൊ പെന്തിക്കോസുകാരുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, ഇല്ലേ? ഇത് നമ്മുടെ ദുർവിധിയിലാണ്, ഇത് നമ്മുടെ കുടുംബസ്വത്താണ്, ഇത് നമ്മുടെ അവകാശമാണ്, നാം എല്ലാവരും കൃപയാൽ അനുഭവിക്കുന്ന ഒരു സത്യമാണ്, ഇല്ലേ? നാം നാമാക്കി തീർത്തിരിക്കുന്നത് പരിശുദ്ധ ത്രിത്വത്തിന്റെ യഥാർത്ഥമായ അനുഭവം. പണ്ടൊക്കെ നമുക്ക് ത്രിത്വ വിശ്വാസികളായി പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക സാരാംശത്തിൽ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ത്രിത്വം നമ്മുടെ വൈയക്തിക അനുഭവമാക്കി ദൈവം ആചരിക്കുക. അപ്പസ്തോലന്മാർ എങ്ങനെ ദൈവത്തെ അറിഞ്ഞുവോ, പിതാവായി അപ്പ പിതാവേ എന്ന് വിളിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യമുണ്ട്. യേശുക്രിസ്തു വിളിച്ചു. ഞാനതിനെ കുറിച്ച് സമയം കിട്ടിയാൽ പറയാം. എങ്കിലും ദൈവത്തെ യേശുക്രിസ്തു ആരെ അപ്പച്ച എന്ന് വിളിച്ചുവോ, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും അതിലെല്ലാറ്റിലുപരിയായി യേശുക്രിസ്തു പ്രാർത്ഥിച്ചപ്പോൾ അഖിലാണ്ടത്തിന്റെ സൃഷ്ടിതാവിന്റെ മുഖത്തേക്ക് നോക്കി എന്റെ പൊന്ന് ഡാഡി എന്നാരെ വിളിച്ചുവോ, ആ സകലത്തിന്റെയും കാരണഭൂതനായ സർവശക്തനായ ദൈവത്തെ അപ്പാ പിതാവേ എന്ന് പ്രാഗൽഭ്യപൂർവ്വം വിളിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത് ദത്തെടുത്ത് അവകാശം തന്ന് ചേർത്തണച്ചിരിക്കുന്ന ദൈവമക്കളാണ് നാം ദൈവത്തെ പിതാവായിട്ട് അനുഭവിക്കുന്നു. ദൈവത്തെ കേവലം നമ്മൾ പിതാവായിട്ട് മാത്രമല്ല അനുഭവിക്കുന്നത്, ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ നാം കർത്താവും രക്ഷിതാവും മിശിഹായുമായി ഇല്ലേ? യേശുക്രിസ്തുവിനെ കർത്താവ് നേറ്റു പറഞ്ഞ ആദ്യത്തെ ആ സംഭവം ഒന്ന് ഓർത്തു നോക്കിക്കേ. എത്ര വലിയ തീഷ്ണതയായിരുന്നു. എനിക്കതിനെ കുറിച്ച് ഇങ്ങനെ എന്റെ മനസ്സിൽ വരുന്നേ. പെണ്ണ് കാണാൻ ആദ്യമേ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു കൊച്ചു തോന്നു വിചാരിച്ചു. യാതൊരു പ്രാക്ടിക്കലും ഇല്ലായിരുന്നു ഇതിനു മുമ്പേ. നല്ലൊരു ബന്ധുക്കോസുകാരൻ വരും. ഒരു ട്യൂട്ടോറിയൽ കോളേജിലും പ്രാക്ടീസ് എടുക്കാതെ നേരെ അവന്റെ ആദ്യത്തെ അനുഭവം ഒന്നാമത് പെണ്ണ് കാണാൻ ചെല്ലുകയാണ്. അവനൊരു കൊച്ചിനെ കണ്ടു. പേരെന്താ? മറിയക്കുട്ടി. പിന്നൊന്നും ചോദിക്കാൻ അദ്ദേഹത്തിന് അറിയത്തില്ല. വായിലെ വെള്ളമെല്ലാം പറ്റിപ്പോയി വിറച്ചിങ്ങി തിരിച്ചു പോരുന്നു. ഇഷ്ടമാണെന്നോടാ, ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്തു. അവിടെ കല്യാണം നടന്നു. ഇവന്റെ മനസ്സിൽ എന്നും ഓർമ്മയുണ്ട്. പേരെന്താന്ന് ചോദിക്കുവാൻ ആ ഭയപ്പെട്ട് ധൈര്യം നടിച്ച് പേരെന്താന്ന് ചോദിച്ചതും ഈ സഹോദരിക്കും മറിയക്കുട്ടി എന്ന് പറഞ്ഞതും ഓർമ്മയുണ്ട്. അതവരുടെ മനസ്സിൽ എന്തും കാണും. അല്ലെങ്കിൽ ഇത് അനുഭവിച്ചവർക്കറിയാം ഞാൻ പറയുന്ന കള്ളമാണ്, സത്യമാണ്. അങ്ങനെയുള്ളവരോട് കൈ കൊടുത്ത് സ്വോത്രം പറയാൻ ഞാനിപ്പോ പറയുന്നുമില്ല, ഇല്ലേ? അപ്പൊ യേശുക്രിസ്തുവിനെ നമ്മൾ ആദ്യം സ്വീകരിച്ചത്, ഏറ്റുപറഞ്ഞത് ഏതാണ്ട് ഇതുപോലെ വൈകാരികതയുടെ വലിയൊരു മണ്ഡലത്തിലാണ്, ഇല്ലേ? നമുക്കൊന്നും അറിയാതെ ഇരുന്നപ്പോൾ, അന്ധകാരത്തിൽ ജീവിച്ചപ്പോൾ, പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ചപ്പോൾ, വഴിതെറ്റി നാം അലഞ്ഞിരുന്നപ്പോൾ, ഒരു നാൾ യേശുവിന്റെ സ്നേഹത്തിന്റെ കരം എന്റെ നിന്റെ അടുക്കൽ വന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് നിന്നെ പേരിൽ വിളിച്ചപ്പോൾ റബ്ബൂനി, കർത്താവേ, രക്ഷകാ, നല്ലടയാ എന്ന് പറഞ്ഞ് നീ സ്വീകരിച്ച ആ കർത്താവിനെ നാം യേശുവിനെ കർത്താവായി രക്ഷിതാവായി മിശിഹായായിട്ട് അനുഭവിക്കും. അത് നമ്മുടെ പരമാർത്ഥമല്ലേ? പരമാർത്ഥമല്ലേ? അതിനായിട്ട് സ്തോത്രം ചെയ്യാം. ദൈവം അവിടെ കൊണ്ട് തൃപ്തിപ്പെട്ടില്ല. ദൈവം മൂന്നിലൊന്നല്ല നമുക്ക് തന്നത്. കാരണം ദൈവം വരികയാണ് മുഴുവനായിട്ടാണ് വരുന്നത്. ദൈവം പുത്രനെ തന്നു. ദൈവം നമ്മൾ പുത്രത്വം തന്നു കഴിഞ്ഞപ്പോൾ, പുത്രനെ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം വിചാരിച്ചു ഇവരെ ഇവിടെ വിട്ടാ പോരാ, എന്റെ ത്രിത്വം പരിപൂർണമായിട്ട് അനുഭവിക്കണം. എന്തിന്? നമ്മുടെ ഉള്ളിൽ വസിക്കുവാൻ, നമ്മളെ ശക്തിപ്പെടുത്തുവാൻ,
വഴി നടത്തുവാൻ, ആലോചന പറഞ്ഞു തരുവാൻ, യേശുക്രിസ്തു ഉയർത്തുവാൻ, സത്യാരാധികൾ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ആ സ്വാതന്ത്ര്യത്തിലേക്ക് എന്നെയും നിങ്ങളെയും ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുവാനായിട്ട് സ്വർഗമണ്ഡപം വിട്ടിറങ്ങി ഒരു തങ്കപ്രാവ് ഇറങ്ങി വന്നു. എന്നെയും നിങ്ങളുടെ ഉള്ളിൽ വസിച്ചിട്ട് ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അനുഭവത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. അപ്പോൾ പെന്തക്കോസ്തുകാരായ നാം കേവലം ത്രിത്വ വിശ്വാസികൾ മാത്രമല്ല, പരിശുദ്ധ ത്രിത്വത്തെ അപ്പോസ്തലന്മാർ അനുഭവിച്ചതുപോലെ അനുഭവിക്കുവാൻ കൃപയാൽ ദൈവമാക്കി ചേർത്ത ഒരു വിശ്വാസ സമൂഹമാണ്. അതുകൊണ്ടാണ് ഇതിനെ പൂർണ്ണ സുവിശേഷ സത്യം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും പരിശുദ്ധാത്മാവിനെ കുറിച്ച് തൊട്ടാന്തരം ഞാൻ നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മരണം വസിക്കുന്ന, മരണം ചെയ്യുന്ന, മരണത്തിന് അടിമപ്പെട്ടിരിക്കുന്ന ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തു മുഖാന്തരം മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്നുള്ള വിടുതലിനെ കുറിച്ചാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്നത്. ആ വിടുതലിനെ കുറിച്ച് പറയുവാൻ താൻ വീണ്ടും മനുഷ്യനെ 2 തരത്തിൽ തരംതിരിക്കുക. സവിശേഷമാർന്ന രീതിയിൽ 4-ാം വാക്യത്തിലേക്ക് കടന്നു വന്നാൽ ആ തരംതിരിവിന്റെ ആരംഭം കാണുവാനായിട്ട് സാധിക്കും. ജഡത്തെ അനുസരിക്കാതെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ പൂർണ്ണ തികവ് അനുസരണം നടക്കേണ്ടതിനായി ദൈവം ചിലത് ചെയ്തെന്ന് അവിടെ നിൽക്കട്ടെ. അവിടെ മുതൽ മനുഷ്യനെ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവനെന്നും ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവനെന്നും വേർതിരിച്ചിട്ട് ദൈവമക്കളെ കുറിച്ച് എങ്ങനെയാണ് പറയുന്നത്? യേശുക്രിസ്തു 8-ാം അധ്യായം 1-ാം വാക്യം, ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അത് വിശ്വസിക്കുന്നവർ കൈയറിച്ച് ഒരു സ്തോത്രം ചെയ്താണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ എനിക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. He is all my righteousness. I stand complete in him. ഇല്ലേ? And therefore I worship him. നമ്മുടെ ആ ആധുനികമായ നല്ല ആരാധനാ കീർത്തനങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. അപ്പോൾ യേശുക്രിസ്തുവിലുള്ള ന്യായവിധിയിൽ നിന്നും മാറിയിരിക്കുന്ന, കുറ്റവിധിയില്ലാത്ത, രക്ഷിക്കപ്പെട്ട, നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ദൈവ മക്കൾ, ആ ദൈവമക്കളായ നാം, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായ നാം, അവരുടെ മുന്നിലാണ് ഈ വഴിതിരിവ് വന്നിരിക്കുന്നത്. ജഡത്തെ അനുസരിച്ച് ജീവിക്കാതെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ സമ്പൂർണ്ണ സവിശേഷതയുടെ തികവിന്റെ സമ്പൂർണ്ണ അനുസരണം ശരിയായി വരണമെന്നുള്ളത്. 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഈ വകതിരിവിനെ, വേർതിരിവിനെ കൂടുതൽ സ്പഷ്ടമാക്കി അപ്പോസ്തലൻ പറയുന്നു. 2 തരത്തിലുള്ള ഭക്തന്മാരെയാണ് ഇവിടെ കാണുന്നത്. ഒന്നാമത്തെ മനുഷ്യൻ, പ്രാകൃത സ്വഭാവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന മനുഷ്യൻ, ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യൻ. അവനെ കുറിച്ച് 5-ാം വാക്യത്തിൽ പറയുന്നു, ജഡ സ്വഭാവത്തെ അനുസരിച്ച് നടക്കുന്ന മനുഷ്യർക്ക് അവരുടെ മനസ്സ് ജഡ സ്വഭാവത്തിന്റെ ഇച്ഛകളിൽ ആയിരിക്കും. Their minds are set on carnal fleshy desires. അപ്പോൾ അവന്റെ ഒന്നാമത്തെ സ്വഭാവം അവന്റെ മൈൻഡ് സെറ്റാണ്, അവന്റെ മനസ്സാണ്. പലപ്പോഴും പെന്തക്കോസ്തുകാരായി നമ്മൾ ധരിക്കുന്നത് നമ്മുടെ ഹൃദയം അങ്ങ് ചൂട് പിടിച്ചാൽ മതി. ഹൃദയത്തിനകത്ത് എപ്പോഴും എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആത്മാവിന്റെ ആ ശക്തിയും എരിവും ആ തീഷ്ണതയും ഉണ്ടെന്നവരിൽ മനസ്സിന് ആവശ്യമില്ലെന്നാണ്. ഇവിടെ ദൈവത്തിന്റെ കാറ്റിൽ God is fighting for a place, and where is the battleground? That is your mind, my mind. എന്റെയും നിങ്ങളുടെയും മനസ്സിനെ കീഴടക്കുവാനുള്ളതായ ഒരു സംഘർഷമാണ് ആത്മീയ രീതിയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ജഡത്തെ അനുസരിച്ച് നടക്കുന്ന മനുഷ്യർ, അവരുടെ മനസ്സാണ് പ്രധാനം. അവരുടെ മനസ്സ് ആ പ്രാകൃത സ്വഭാവത്തിന്റെ ഇംഗിതങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ഇനിയും തുടർന്ന് വായിക്കുമ്പോൾ 6-ാം വാക്യത്തിൽ ജഡിക സ്വഭാവമുള്ള മനുഷ്യന്റെ മനസ്സ് മരണമാകും. 7-ാം വാക്യത്തിൽ ഈ ജഡിക പാപ സ്വഭാവമുള്ള മനസ്സ് ദൈവത്തോട് ശത്രുത്വത്തിലാകും. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് അത്
കീഴടങ്ങുന്നില്ല, അതിന് കീഴടങ്ങുവാൻ സാധിക്കത്തുമില്ല. കാരണം ജഡസ്വഭാവം ഭരിക്കുന്ന ഒരു മനുഷ്യന് ഒരു കാലത്തും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കത്തില്ല. ഞാനൊന്ന് ആവർത്തിക്കട്ടെ. ജഡിക മനുഷ്യൻ അവൻ ആരാ? അവന്റെ മനസ്സ് പാപം നിറഞ്ഞിരിക്കുന്ന, ദൈവത്തോട് ശത്രുത്വമുള്ള, മരണകരമായ, സമാധാനമില്ലാത്ത ചിന്തകളിൽ മുഴുകി ഇങ്ങിടങ്ങളിൽ ഏർപ്പെട്ട് ദൈവത്തിൽ നിന്നും അകന്നിരിക്കുന്ന ഒരു അനുഭവമാണ് പ്രാകൃതയുടെ ചിന്താഗതികൾ എന്ന് പറയുന്നത്. ഈ പ്രാകൃതിക ജഡിക ചിന്താഗതി ഉള്ള ഒരു മനുഷ്യന് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാനോ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ സാധിക്കത്തില്ല. ഇതാണ് മരണത്തിന്റെ മാർഗം എന്ന് പറയുന്നത്. ഈ മനുഷ്യർ ചിന്തിക്കുന്നത് എപ്പോഴും, നമ്മുടെ ഗലാത്യ ലേഖനം 5-ാം അധ്യായം എടുത്ത് നോക്കുകയാണെന്നൊരിക്കൽ, ജഡത്തിന്റെ പ്രവൃത്തികളിൽ ചൂണ്ടയിട്ടിരിക്കുന്ന, അള്ളിപ്പിടിച്ചിരിക്കുന്ന, ശ്രദ്ധിച്ചിരിക്കുന്ന, പറ്റിപ്പിടിക്കുന്ന ജഡത്തിന്റെ ചിന്തകളുടെ മുലപ്പാൽ വലിച്ച് നുറുങ്ങി കുടിച്ചുകൊണ്ടിരിക്കുന്ന, അയവിറക്കുന്ന ചിന്താഗതിക്കാരായ മനുഷ്യർ. ഞാൻ രക്ഷിക്കപ്പെടുന്ന ആ സമയത്ത് പലരും എന്നോട് ഈ ജഡത്തിന്റെ പ്രവൃത്തി ആത്മാവിന് പറഞ്ഞെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പൊ 17 വയസ്സുള്ളവനായ ഞങ്ങളുടെ ആ ഗ്രൂപ്പിൽ, ആ ടീനേജേഴ്സിന്റെ ഗ്രൂപ്പിൽ, ജഡത്തിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ വിചാരിച്ചിരുന്നേ ഈ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ഈ അനുരാഗ വീണ കമ്പികളും ബന്ധങ്ങളെ കുറിച്ചൊക്കെ. അപ്പൊ ജഡം എന്ന് പറഞ്ഞാൽ സാധാരണ എഴുതിയ മനുഷ്യര് സെക്സ് എന്നാണ് മനസ്സിലാക്കിയത്, ഇമൊറാലിറ്റി ഇല്ലേ? അപ്പോ അവനൊരു ജഡീകനാന്ന് പറഞ്ഞാൽ, അയ്യോ അവരോ അപ്പിടി ജഡം. ഒരു ദൈവദാസൻ, ഒരു ദൈവദാസിയെ, ഒരു സഭയിലെ വിശ്വാസിയെ കുറിച്ചോ വിശ്വാസിനിയെ കുറിച്ചോ കൊടുക്കാവുന്ന ഏറ്റവും ഇമ്മോറൽ സർട്ടിഫിക്കറ്റ് അവനൊരു ജഡീകനാണ്, അവർ അപ്പിടി ജഡം, മാംസവൃന്ദം. അപ്പൊ നമ്മുടെ ധാരണയിൽ ജഡമെന്ന് പറഞ്ഞാൽ ഇമ്മോറൽ സെക്ഷൽ റിലേഷൻഷിപ്സ്. എന്നാൽ അത് തെറ്റാണ്. അത് മാത്രമല്ല, സെൻഷ്വാലിറ്റി മാത്രമല്ല, അത് ദൈവം വെറുക്കുന്നതാണ്. ദൈവം നമ്മുടെ പരസ്പര ബന്ധങ്ങളിൽ അതീവ വിശുദ്ധി നാം പാലിക്കുന്നവരാണെന്നും ഹൃദയത്തിന്റെ ശുദ്ധിയോടുകൂടെ പരസ്പരം ബന്ധപ്പെട്ട് നിർമ്മല മനസാക്ഷിയോടുകൂടി ആയിരിക്കണമെന്നും ദൈവം നമ്മെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കും. എന്നാൽ ഈ ജഡത്തിന്റെ ചിന്ത കേവലം ഈ സെൻഷ്വാലിറ്റി മാത്രമല്ല. കോപം, ശത്രുത, ഈർഷ്യ, പിണക്കം, ഇതൊക്കെ ജഡത്തിന്റെ ചിന്തയാണ്. നമ്മുടെ സഭകളിൽ, കൂടിവരവുകളിൽ ആ പെന്തക്കോസ്തിന്റെ യാഥാർത്ഥ്യം ആളിക്കത്താതിരിക്കുന്നതിന്റെ കാരണം അസൂയയുടെയും ശത്രുതയുടെയും പകയുടെയും വൈരാഗ്യത്തിന്റെയും കോപത്തിന്റെയും ചിന്തകളെ നാം ആലോചിച്ച് വളർത്തുന്നതിനാലല്ലേ? ചില സ്ത്രീകൾ പറയാറുണ്ട്, കേട്ടാൽ ശംഖ് പൊട്ടിക്കും, എന്റെ പിള്ളാരുടെ കല്യാണം ഒന്ന് കഴിയുന്നത് വരെ പാസ്റ്ററെ ആ ദുഷ്ട മൃഗത്തോടുകൂടെ ഞാൻ ജീവിക്കും. യോഗത്തിന് വരുമ്പോൾ അന്യഭാഷയിൽ തുള്ളിച്ചാടുന്ന സഹോദരി, നിന്റെ കൂടെ കിടക്കുന്ന നിന്റെ ഭർത്താവിനോട് നിന്റെ ഉള്ളിൽ കോപം ഇങ്ങനെ പുളച്ച് മറിയുകയാണ്. ചില സഹോദരന്മാർ പറയും, എന്റെ അപ്പൻ എന്നെ അമേരിക്ക വിടാൻ കേട്ടിച്ചു പാസ്റ്ററെ, ഇവനങ്ങ് പേര നിറഞ്ഞു നിൽക്കുകയായിരുന്നു, ചെറിയ സത്യമായിരുന്നിരിക്കണം പാസ്റ്ററെ, ഇനി എന്റെ കുഞ്ഞുങ്ങളെ വളർത്തും, എനിക്ക് വീട്ടുകാര്യങ്ങൾ നോക്കണം. പക്ഷേ ആ ദുഷ്ട മൃഗം അവളെ സ്നേഹിക്കാൻ മാത്രം എന്നോട് പറയുന്നു. ഞാൻ കൂടുതൽ കുടുംബരഹസ്യങ്ങളോട് പറയണം, നാം കേൾക്കുന്നതല്ലേ? പാസ്റ്റർ വരുമ്പോൾ വന്നാട്ടെ ഇരുന്നാട്ടെ സ്വോത്രം, ഇന്ത്യയിൽ നിന്ന് സന്ദർശക പാസ്റ്ററെ വിളിച്ചുകൊണ്ട് വന്ന് ചെക്കെഴുതി കൊടുക്കും, സ്വോത്രം പാസ്റ്ററെ ഭാരതത്തിൽ സുവിശേഷ വിലയൊക്കെ എങ്ങനെയുണ്ട്, ജാതികൾ പ്രജാതികൾ കർത്താവിനെ സ്വീകരിക്കുന്നു, കർണാടകത്തിൽ അത്ര സ്ഥാനം നടക്കുന്ന വലിയ ഇൻക്വിസിറ്റീവാണ്. പക്ഷെ നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ പക, കയ്പ്, ക്രോധം, രോഷം ഇങ്ങനെ പാറ പോലെ സെഡിമെന്റ് ചെയ്തിരിക്കുകയാണ്. ഹൃദയത്തിൽ അറിവില്ല, ക്ഷമിക്കുവാൻ അറിയത്തില്ല. നിന്റെ മനസ്സെന്ന് പറയുന്നത് മരണത്തിന്റെ ചിന്തയിൽ കിടക്കുകയാണെന്ന് ഓർത്തുകൊള്ളണം.
മരണകരമായ പകയുടെ ചിന്തകൾ വെച്ച് പുലർത്തി അവയുടെ വലിയ മതിലുകൾ കെട്ടുന്ന മനുഷ്യ, നീ കേട്ടുകൊള്ളുക. അങ്ങനെയുള്ള ഒരു മനസ്സിന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കത്തില്ല. പല സഭകളിലും പണ്ടത്തെ ചതുരംഗങ്ങളികൾ കാണുമ്പോൾ എനിക്ക് ദുഃഖം വരും. ഒരുമിച്ച് ഒരു മേശയിൽ നാഹാൻ, ഒരു കൂടാരത്തിനുള്ളിൽ ആരാധന. പക്ഷേ ഞങ്ങൾക്ക് ചതുരംഗം കളിയുടെ ടീമുകൾ, കുടുംബ വൈരാഗ്യം, റോമിയോ ജൂലിയറ്റിന്റെ വൈരാഗ്യം. ആ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള വൈരാഗ്യ നിമിത്തം എതിർ കുടുംബത്തിലുള്ളവനെ അറ്റം ബോംബ് വെച്ച് പൊട്ടിച്ചാലും ശരി, ഞാൻ കൈയടിച്ച് സ്വത്രം ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം ഞാൻ അന്നേ പറഞ്ഞതാ ഈ പോക്ക് ശരിയല്ലെന്ന്. ദൈവങ്ങളെ, ശത്രുത, പക, പിണക്കം, അസൂയ, അയ്യോ, നമ്മുടെ ഇടയിൽ ഇതൊന്നും വേറെ പറക പോലും അരുത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അസൂയയില്ലാത്തൊരു ബന്ധുക്കോസ് സഭ ഉണ്ടെങ്കിൽ അതിന് ഓർത്ത് നമ്മൾ എത്ര ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കാരണം നമ്മുടെ അയലത്തെ കുഞ്ഞും നമ്മുടെ മോളും ഒരുപോലെ പ്രാർത്ഥിച്ച് അതേ സഭാ ശുശ്രൂഷകൻ വന്ന് പ്രാർത്ഥിച്ച രണ്ടുപേരെയും 12th സ്റ്റാൻഡേർഡിലെ പരീക്ഷയ്ക്ക് വിട്ടത്. ഒരാൾ യൂണിവേഴ്സിറ്റിയിൽ പോകുമ്പോൾ മറ്റേയാൾ എവിടെയെങ്കിലും ഒരു അപ്രന്റീസ് ആകാൻ ചാൻസ് കിട്ടുമോ നോക്കി നടക്കുക. അപ്പോ എന്റെ വീട്ടിലാ വന്ന് വിചാരിച്ചു, ഞാൻ പറയും സഭായോഗത്തിനും വിടണ്ട, സൺഡേ സ്കൂളിനും വിടണ്ട, പെന്തക്കോസ്റ്റൽ കോൺഫറൻസിനും പോകണ്ട, രാവോട് പകലിങ്ങനെ ട്യൂഷൻ കൊടുത്ത് അമ്മയും അപ്പനും കൂടെ പഠിപ്പിച്ച് കൂലിക്ക് ആളെ വെച്ച് എഴുതി ഇതാണ് ചെക്കൻ ഇത്രയും മിടുക്കനായിട്ട് വന്നിരിക്കുന്നത്. അസൂയ. നിന്റെ സഹോദരന്റെ പുത്രൻ മിടുക്കനായി വരുമ്പോൾ, നിന്റെ സഹോദരിയുടെ പുത്രി പടികൾ കടന്നു വരുമ്പോൾ നിനക്ക് അവളോടുകൂടി ആ സന്തോഷം പങ്കുവയ്ക്കുവാനുള്ളതായ സ്നേഹമില്ല എന്ന് വരികിൽ നിന്റെ ഉള്ളിൽ അസൂയ കുടികിടക്കുകയാണ്, സ്ഥിരം പാട്ടം കിടക്കുകയാണ്. എന്ത് സ്പർദ്ധയും അസൂയയും നിന്റെ ഉള്ളിൽ കുടികിടക്കുന്നിടത്തോളം കാലം എന്നെ കേൾക്കുന്ന പെന്തക്കോസ്തുകാരാ, നിനക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. ഇടിച്ചെറിയ പറയുന്നതല്ല, അപ്പസ്തോലനായ പൗലോസിൽ കൂടെ പരിശുദ്ധാത്മാവ് പറയുക, ജഡത്തിന്റെ ചിന്ത മരണം. ഇങ്ങനെ പകയും പിണക്കവും കക്ഷി വൈരാഗ്യവും കൊള്ളരുതായ്മയും കുശൃതിയും ശങ്കകളും സംശയങ്ങളും വച്ചു പുലർത്തി ഇവയുടെ പുളിപ്പിന്റെ ചാറിനെ നീട്ടി കുടിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചും ചിന്തിച്ചു നോക്കിയേ. പരിശുദ്ധാത്മാവുള്ളവരുടെ മനസ്സെപ്പോഴും പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടത്തിലായിരിക്കും അവരുടെ മനസ്സ്. ഇല്ലേ? 5-ാം വാക്യത്തിൽ അതാ വായിക്കില്ലേ? 6-ാം വാക്യത്തിൽ പിന്നെയും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന ഒരു മനുഷ്യന്റെ ചിന്താഗതികൾ ജീവനും സമാധാനവുമാകുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളൊക്കെയും തനിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ചിന്താഗതികൾ സഹോദരന്മാരെ കുറിച്ച് ഏത് രീതിയിലുള്ളതാണ്? ചില മനുഷ്യർ ഭയങ്കര ഭീരുക്കളാണ്. വല്ലവരെയും കണ്ടാൽ, പാസ്റ്ററോടെ കണ്ടാൽ ഒരു വാക്കുരിയാടത്തില്ല. തിരിച്ച് ഡ്രൈവ് ചെയ്യുമ്പോൾ ഇവർ മനസ്സിൽ ചെയ്യുന്ന എന്നാണെന്നറിയാമോ? ഡ്രൈവ് ചെയ്യും. ഇവിടെ പിന്നെ ഇങ്ങനെ ഒരു വിരലെ ഡ്രൈവ് ചെയ്യാമല്ലേ? ഇവരിങ്ങനെ ഈ വിരലയിൽ ഡ്രൈവ് ചെയ്ത് വീട്ടിലേക്ക് പോകുമ്പോൾ മറ്റേ കൈ കൊണ്ട് എന്നാ ചെയ്യുന്നറിയാമോ? പടപട പടപട പടപടാന്ന് മൈക്ക് ടൈസൺ ഇടിക്കുന്നതിനേക്കാൾ പാസ്റ്ററിന്റെ മൂക്കിൽ ഇടിച്ചുകൊണ്ടിരിക്കുക. കൈകൊണ്ടല്ലെങ്കിലും വാക്കുകൊണ്ടാണ്. ആ പാസ്റ്ററെ ഇന്ന കോണിക്ക് കൊണ്ടുപോയി ഞാൻ ഒരു ഇടിയിടിച്ചപ്പോൾ, ഇന്ന വാദം പറഞ്ഞപ്പോൾ ഹയ്യളെ ചമ്മിയോട് ഇരുന്നത് കണ്ടില്ലേ? എപ്പോഴും ഇടിയുടെ, അടിയുടെ, മാത്സര്യത്തിന്റെ, പകയുടെ, വഴക്കിന്റെ, തമ്മിത്തലിന്റെ, വാഗ്വാദത്തിന്റെ ചിന്തയുമായി മനസ്സിൽ ഇങ്ങനെ അങ്ങ് പൊണ്ണ് പിടിച്ചിരിക്കുന്ന ജീവിതമേ, നിനക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവുമാകുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഭരിച്ചു നടത്തുന്ന ഒരു മനുഷ്യൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ചിന്താഗതിയെ സ്വാധീനിച്ചു കഴിയുമ്പോൾ ക്ഷമിക്കുവാൻ, സഹിക്കുവാൻ, പൊറുക്കുവാൻ, മായ്ച്ചു കളയുവാൻ, കുനിഞ്ഞിരിക്കുന്നവനെ നിവർത്തുവാൻ, അയോഗ്യനെ 7-70 വട്ടം അവരോട് ക്ഷമിക്കുവാൻ തക്കവണ്ണം നിന്നെ പ്രേരിപ്പിക്കുന്ന സമാധാന ചിന്ത നിന്റെ മനസ്സിൽ
ഭരിക്കുന്നതാണ് എന്ത്? പരിശുദ്ധാത്മാവ്. ഈ സമാധാന ചിന്തയ്ക്ക് നമ്മെ ഭരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ആശീർവാദം പറഞ്ഞ് നമ്മളെ വിടുന്നത്, ഇല്ലേ? കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം അല്ലെങ്കിൽ കൂട്ടായ്മയും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സമാധാനവും പരിശുദ്ധാത്മാവ് തരുന്ന ജീവനും പരിശുദ്ധാത്മാവ് തരുന്നതായ ആ മനസ്സുകൾ ഇണക്കുവാൻ സാധിക്കുന്ന രീതികളും പരിശുദ്ധാത്മാവ് മരണത്തിൽ നിന്നും ജീവനിലേക്ക് നടത്തി നമ്മെ ഊർജ്ജസ്വലതയോടെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുന്ന ആ ബന്ധത്തിൽ കാക്കുവാൻ പ്രാർത്ഥിച്ചാണ് പാസ്റ്റർ വിട്ടത്. പക്ഷെ നിന്റെ സ്റ്റിയറിംഗ് വീലിൽ ഇരിക്കുമ്പോൾ കൈയിന്റെ ചിന്തയാ മനസ്സിൽ കിടക്കും. എവിടെ ഇവനെ ഒരു വെട്ടിലാക്കുവാൻ സാധിക്കും? ഇതാണ് രണ്ട് ചിന്താഗതികൾ. ഒന്ന് മരണത്തിന്റെ ചിന്ത, മറ്റേത് ജീവന്റെ ചിന്ത. ഒന്ന് നാശത്തിന്റെ ചിന്ത, ജഡത്തിന്റെ ചിന്ത, മറ്റേത് സമാധാനത്തിന്റെ ചിന്ത. അപ്പൊ ഇത് കേട്ടിരിക്കുന്ന നിങ്ങൾക്കൊക്കെ വിചാരിക്കും ഇയാളെ കാശ് കൊടുത്ത് ഇന്ത്യന്ന് വരുത്തി അബദ്ധമായി പോയി. ഇയാളെ തുടങ്ങിയതുപോലെ സഹോദരന്മാരെ അച്യുമോൻ സാറിനെ സഹായിച്ചതുപോലെ നിങ്ങൾ ഇനി ICPF-നെയൊക്കെ സഹായിക്കണമെന്നും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്നും നിങ്ങളുടെ 1, 30, 100, 60 മാറ്റുമെന്നും ഇന്ന് നീ സെക്കൻഡ് ഹാൻഡ് വണ്ടിയിലാണ് നടക്കുന്നതിൽ പ്രാർത്ഥിച്ച ICPF കാശ് എന്നാൽ അടുത്ത ആണ്ട് ഞാൻ വരുന്നതിന് മുൻപായിട്ട് നീ ഇതാ ടൗൺ കാർ നടക്കുമെന്നൊക്കെയും ഞാൻ നിങ്ങളെ ഒന്ന് അനുഗ്രഹിച്ചിരുന്നെന്ന് വരികയിൽ എനിക്ക് 4 ചെക്ക് കൂടുതൽ കിട്ടുകയും ചെയ്യുമായിരുന്നു. നിങ്ങൾക്ക് സന്തോഷമുണ്ടാവും. ഇവനെ വിളിച്ചത് അബദ്ധമായി പോലെ പേടിക്കണ്ട. 9-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. ഇത് വിളിച്ചെറിയല്ല പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങളോ സഹോദരന്മാരെ, ഹല്ലേലൂയ ഹല്ലേലൂയ, എന്നാൽ നിങ്ങളോ സഹോദരന്മാരെ, നിങ്ങൾ പാപത്തിന്റെ പ്രകൃതം ധരിക്കുന്നവരല്ല, മറിച്ച് യേശുവിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നൊരിൽ നിങ്ങൾ ആത്മസ്വഭാവമുള്ളവരാകുന്നു. സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ ചിന്താഗതിയുടെ വ്യത്യാസം നിമിത്തമല്ല, മറ്റുള്ളവരെക്കാൾ ഏതാണ്ട് പോളിഷ് ചെയ്ത് മാർബിൾ പോളിഷ് ചെയ്ത മനസ്സ് നമ്മുടെ തലത്തിലേക്ക് കിടക്കുന്നുണ്ടല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നതിനാൽ നിങ്ങൾ പ്രാകൃതരല്ല, ആത്മീയരല്ല. ദൈവം തന്റെ പുത്രനെ എങ്ങനെയാണ് ദൈവം നമ്മെ ആത്മീയരാക്കി തീർത്തത്? 2 രീതിയിൽ. ഇതാണ് ഇതിന്റെ ആരംഭവാക്യങ്ങൾ പറയുന്നത്. സമയക്കുറവെന്നുണ്ടല്ലോ, ഓടിപ്പോണമല്ലോ. ദൈവം തന്റെ പുത്രനെ തച്ചുടെ ചെന്നൈയിൽ നിങ്ങളെയും ആത്മീകരാക്കി തീർത്തു. സ്വർഗത്തിലെ ദൈവത്തിന്റെ ഓമനകുമാരനെ ഈ ഭൂമിയിൽ നമ്മെപ്പോലെ ഒരുവനായി ജീവിക്കുവാൻ ഇറക്കിവിട്ട് പാപജഡത്തിനും പാപത്തിനും അവന്റെ മനുഷ്യത്വത്തിൽ ശിക്ഷ വിധിച്ച് എന്നെയും നിങ്ങളെയും ഉദ്ധരിക്കുവാൻ യേശുവിനെ പാപത്തിന് പ്രായശ്ചിത്തയാഗമാക്കി തീർത്ത ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഫലമായി ഞാനും നിങ്ങളും ആത്മീകരായി കൃപയാൽ തീർന്നിരിക്കുക. രണ്ടാമതായി, വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി നീ കരഞ്ഞപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. കൂടെ ഇരുന്നവരൊക്കെ ആത്മാവിൽ നൃത്തം തുള്ളി അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചപ്പോൾ നീ ഒരു മൂലയ്ക്ക് മാറി, എന്റെ ദൈവമേ എന്നെ നീ കടന്നു പോകരുത്, എന്റെ ഉള്ളിൽ വരണം എന്ന് പറഞ്ഞ് നീ അനുദവിച്ച് പ്രാർത്ഥിച്ച് ദിവസങ്ങളിൽ നിന്ന് കരഞ്ഞപ്പോൾ നിന്റെ ഉള്ളിൽ അടക്കുവാനാകാത്തതായ പുതുവീഞ്ഞ് വളർന്നു വന്ന് നിന്നെ പുതുക്കി ഉണർത്തിയ, നിന്നെ ധൈര്യശാലിയാക്കി മാറ്റിയ അത്യുന്നതന്റെ മുദ്രയുടെ ശക്തി നിന്റെ മേൽ വീണതി ഓർത്തു നോക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു എന്ന് വരികിൽ ദൈവം നമ്മെ കാണുന്നത് ജഡികരായിട്ടല്ല, ആത്മീയരായിട്ടാണ്. ആകയാൽ സഹോദരന്മാരെ, നമുക്ക് കടപ്പാടുള്ളത് പ്രാകൃത സ്വഭാവത്തോടല്ല, മറിച്ച് ആരോടാണ്? പരിശുദ്ധാത്മാവിനോട്. ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നിരിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഔദാര്യമായി നമ്മുടെ മേൽ സ്വർഗത്തിലെ ദൈവം തനിക്ക് ബോധിച്ച നാളിൽ ബോധിച്ച രീതിയിൽ പകർന്നു തന്നിരിക്കുക. നമുക്കിനി കടപ്പാടുള്ള ജഡത്തോടല്ല, പരിശുദ്ധാത്മാവിനോടും ദൈവത്തോടുമാണ്. അതുകൊണ്ട് നിങ്ങൾ ജഡത്തിന് അനുരൂപരായി ജീവിക്കുന്നു എന്ന് വരികിൽ മരിക്കും. എന്നാൽ നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എന്ന് വരികിൽ നിങ്ങൾ ജീവിക്കും. എങ്ങനെയാണ്? ആരാണ്? നാം മരിപ്പിക്കണം. എങ്ങനെ മരിപ്പിക്കണം? പരിശുദ്ധാത്മാവിനാൽ മരിപ്പിക്കണം. പരിശുദ്ധാത്മാവിനാൽ ജഡത്തിന്റെ പ്രാകൃത പ്രവൃത്തികളെ നാം മരിപ്പിക്കുമ്പോൾ പുനരുത്ഥാനത്തിന്റെ ശക്തി എന്നിലും നിങ്ങളിലും നമ്മുടെ മർത്യ ശരീരങ്ങളിലും ഇഹത്തിലെ വ്യാപരിക്കുവാനായിട്ട് തുടങ്ങും. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി.
യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളുടെ മർത്യ ശരീരങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ആ വ്യാപരിക്കുന്ന വ്യാപാര ശക്തിയാൽ നമുക്ക് ജഡത്തിന്റെ മോശമായ സ്വഭാവങ്ങളെ മരിപ്പിക്കുവാൻ സാധിക്കും. മാത്രമല്ല, ഒരു ഖബറിൽ നിന്ന് വെച്ചാൽ നിന്നെ ആ പരിശുദ്ധാത്മാവ് ജീവനോടെ തേജസ്സിലേക്ക് ശരീരത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. അതാണ് ജീവന്റെ ശക്തി എന്ന് പറയുന്നത്. എന്റെ സമയം നീങ്ങുന്നതിനാൽ ഞാൻ വേഗത്തിലൂടെ നിർത്തട്ടെ. പല ചിന്തകൾ, കഥകൾ പറയാൻ. ഞാൻ ഇംഗ്ലണ്ടിൽ 5 കൊല്ലം ജീവിച്ചു. ബുദ്ധി കുറഞ്ഞു പോയവരാണ് 5 കൊല്ലം ജീവിച്ചു. എന്റെ കൂടെ വന്ന ഒരു കൊച്ചൻ 3.5 കൊല്ലം കൊണ്ട് തീർത്തിച്ചു. നമ്മുടെ ഡോക്ടർ പി.യു. പോൾസൺ, അദ്ദേഹം 3.5 കൊല്ലം കൊണ്ട് തീർത്ത ഡിഗ്രിയാണ് ഞാൻ 5 കൊല്ലം കൊണ്ട് തീർത്തു. അതവിടെ നിൽക്കട്ടെ. അപ്പോ ഇംഗ്ലണ്ടിൽ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു വിശാലമായ പുൽത്തകടികളും നല്ല സ്കൂൾ ഗ്രൗണ്ടും കുട്ടികൾക്ക് കളിക്കുവാനുള്ളതായ നല്ല എക്യുപ്മെന്റ്സ് ഒക്കെ കണ്ടപ്പോൾ വിചാരിച്ചു, എന്റെ കർത്താവേ, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ കളിക്കാമല്ലോ. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇതൊരു പ്രാകൃത സംസ്കാരമാണ്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് പേപ്പട്ടിയേക്കാൾ വേപിടിച്ച ചില മനുഷ്യർ, പിള്ളേരെ പിടുത്തക്കാർ നാട്ടിലല്ല ഇവിടെ ഉള്ളത്, കുഞ്ഞുങ്ങളെ പിടിച്ചോണ്ട് പോയി ചെയ്യുമെന്ന് മനസ്സിലായി. അപ്പൊ മക്കളും ഗേറ്റിൽ കതകിന് വെളിയിൽ ഇറങ്ങിയാൽ എന്താ ചെയ്യുന്നതെന്നറിയാമോ? അമ്മയോ അപ്പനോ ചുറ്റും നടക്കും. കുഞ്ഞ് കളിക്കുമ്പോൾ അപ്പൻ അതിനെ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്. കാര്യം എന്നാണെന്നറിയാമോ? നമ്മുടെ ശ്രദ്ധ അല്പം വിട്ടുപോയാൽ ചങ്ക് പൊട്ടും ബാക്കി മുഴുവിക്കാനായിട്ട്. ഇല്ലേ? ഭയമില്ലേ? സ്വർഗത്തിലെ ദൈവവും നമ്മളെ അങ്ങനെയാണ് ഇറക്കി വിട്ടിരിക്കുന്നത്. വെളിയിലല്ല നിർത്തിയിരിക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ ഉള്ളിലാണ് വന്നിരിക്കുന്നത്. ദൈവം തന്റെ മക്കളെ ഈ ദുഷ്ടലോകത്തിലേക്ക് ഇറക്കി വിട്ടിരിക്കുമ്പോൾ അവൻ അവിടെ ചില പേപ്പട്ടിയുടെ കടിയേറ്റ് മരിച്ചു കിടക്കുവാൻ, ചില പാപത്തിന്റെ പാമ്പിന്റെ വഞ്ചന കൊണ്ട് അവൻ ഉപായത്താൽ വഞ്ചിക്കപ്പെടുവാൻ, അവൻ താരടിയായി പോകുവാൻ, അവനെ ഒരു തോട്ടിൽ ഒരു ശവശരീരമായി അവനെ പൊക്കിയെടുക്കുവാനായിട്ടല്ല, നാം ഓരോരുത്തരും ജീവനിൽ വാഴുവാനായി ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ എന്റെയും നിങ്ങളുടെയും മധ്യ ശരീരങ്ങളിൽ പകർന്നിരിക്കുന്നത് നമ്മെ തോൽപ്പിക്കുവാൻ വരുന്ന പൈശാചിക ശക്തികളെ മരിപ്പിച്ച് അതിന്റെ മേൽ ജയോത്സവം കൊണ്ടാടുവാനായിട്ടാണ്. ഹല്ലേലൂയ! നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന പരിശുദ്ധാത്മാവ്. അപ്പൊ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നതിന്റെ ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മിൽ പകർന്നു തന്നിരിക്കുന്നത് അനുദിന പ്രായോഗിക വൈയക്തിക ബന്ധങ്ങളിൽ രൂപാന്തരം വരുത്തുന്നതിനായിട്ടാണ്. ഈ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിയുമ്പോൾ, ഈ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ, ഈ പരിശുദ്ധാത്മാവ് നമ്മളെ സൂക്ഷിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി വരുന്ന ക്യാൻസറസ് ഗ്രോത്ത്സിനെ, പാപത്തിന്റെ ബീഭത്സമായ വളർച്ചയെ നശിപ്പിക്കുവാനായിട്ട് സാധിക്കും. എന്റെ എവിടെ കണ്ണ്, എന്റെ കണ്ണിനകത്തൊരു കുരു വരുന്നു വിചാരിച്ചു. ആദ്യം കൺകുരു വന്നപ്പോ ഞാൻ ആരെയും കാണിച്ചില്ല. ഈ കുരു അങ്ങ് വളരാൻ നിൽക്കും. ഒരു നെല്ലിക്കയുടെ അത്രയും ആയപ്പോൾ ഇതെല്ലാരും കാണാൻ നിൽക്കും. ഇതൊരു കൊച്ചു ഫുട്ബോളിന്റെ അത്രയും ആയെന്ന് വിചാരിച്ചു. അപ്പോ എന്നെ കാണുന്ന ഒരു ഡോക്ടർ പറയും, സഹോദരൻ, ഒരു ബയോപ്സി എടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കണ്ണിലൊരു ചെറിയ കടുകുമണി പോലെ തുടങ്ങിയ കുരു വളർന്ന് ഒരു കൊച്ചു പന്ത് പോലെയായി തീർന്നിരിക്കുക. എന്നെ ഒരുപക്ഷെ ആ ഡോക്ടർ ശസ്ത്രക്രിയ നടത്തിയത് മാറ്റിയെന്നിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ റേഡിയേഷൻ തെറപ്പിക്ക് വിട്ട് അതിനെ കരിച്ച് കളഞ്ഞെന്നിരിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഇതുപോലെ ഒരു റേഡിയേഷൻ നമ്മുടെ ജീവിതത്തിൽ നടത്തുന്നതിനായിട്ടാണ്. പാപത്തിന്റെ വിത്തുകൾ, മുളകൾ, ചിന്തകൾ, ആലോചനകൾ, പ്രലോഭനങ്ങൾ, അവസരങ്ങൾ ജീവിതത്തിൽ പാകിയത് വളർന്നു വരുവാൻ തുടങ്ങുന്നതായ സമയത്ത് അത്യുന്നതന്റെ ശക്തിയുടെ പ്രവാഹം ആ പാപത്തിന്റെ കോണിലേക്ക് വന്ന് ആ ചിന്തയെ മുളയോടെ എരിച്ചു കളയുന്ന, നിന്നെ കാർന്നു തിന്നുന്ന പാപത്തിൽ നിന്നും ജയോത്സവമായി നമ്മൾ നടത്തുവാനായിട്ടാണ് അത്യുന്നതന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഓരോരുത്തരും പകർന്നു വന്നിരിക്കുന്നത്. ആകയാൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ നാം ജീവിക്കും. ഈ പരിശുദ്ധാത്മാവിന്റെ ചൊൽപ്പടിയിൽ ആലോചന കേട്ട് അവന്റെ അരുതികളെ സ്വീകരിച്ച് അവന്റെ ആഗമന നിർദ്ദേശങ്ങളെ കേട്ട് പോകുവാൻ പറയുന്നിടത്തേക്ക് പോവുകയും അരുത് എന്ന് പറയുമ്പോൾ ഒരു പട്ടാളക്കാരന്റെ ചുറ്റയോടുകൂടി ഇരിക്കുകയും ചെയ്യുന്ന ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആത്മീക ജീവിതത്തിനാണ്
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അവൻ നമ്മിൽ ഓരോരുത്തരും നൽകിയിരിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര വിലയുടെ മക്കളാണ് നമ്മൾ. നിങ്ങൾ ആരെങ്കിലും ഇസ്രായേലിൽ പോയെന്ന് വിചാരിച്ചു. ഇസ്രായേലിൽ അവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് യേശു ക്രിസ്തുവിന്റെ നിങ്ങളുടെ ഒരു ഉണ്ടല്ലോ നാഥൻ നടന്ന നാട്ടിൽ ചെന്ന് നാഥന്റെ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങി സന്തോഷത്തോടെ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ കാണിക്കുവാൻ യെരുശലേം ദേവാലയത്തിന്റെ ഒരു മോഡൽ വേണം. നോക്കിയപ്പോൾ നല്ല ക്രിസ്റ്റലിൽ തീർത്തിരിക്കുന്ന ഒരു മോഡലുമായി നിങ്ങൾ വീട്ടിൽ വന്നു. വലിയ വില കൊടുത്ത് മേടിച്ചിരിക്കുന്ന ക്രിസ്റ്റലിൽ തീർത്തിരിക്കുന്ന ഒരു മോഡൽ, അത് നിങ്ങളിങ്ങനെ ഡിസ്പ്ലേ ചെയ്തിരിക്കാം. നിങ്ങൾക്കറിയാം വലിയ വില കൊടുത്ത് വാങ്ങിച്ച നിങ്ങളുടെ കുശൃതി കുട്ടൻ അത് താഴെയിട്ട് പൊട്ടിച്ചു കളഞ്ഞാൽ ചങ്കിനകത്ത് എന്തോ ഒരു വേദനയായിരിക്കും, എന്തോ ഒരു ദുഃഖമായിരിക്കും. പൊട്ടി ചിതറിക്കിടക്കുന്ന ആ കണങ്ങളെ ചേർത്തുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിരിക്കും, എന്റെ ക്രിസ്റ്റലെ നീ ചതിച്ചത്. വലിയ വില കൊടുത്ത് മേടിച്ചത്. സ്വർഗത്തിലെ ദൈവം പൊന്ന് വെള്ളി തുടങ്ങി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊടുത്തു വാങ്ങിച്ചിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ക്രിസ്റ്റൽ പോലെ ഉള്ള ദൈവത്തിന്റെ ജീവിതങ്ങളെ തച്ചുടയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കുന്നില്ല. അതവിടുത്തേക്ക് വേദനയുള്ള കാര്യമാണ്. അത് തച്ചുടയ്ക്കപ്പെടാതിരിക്കുവാൻ അവനുള്ളിൽ പകർന്നു വന്നിരിക്കുന്ന ശക്തിയാണ് പുനരുത്ഥാനത്തിന്റെ ശക്തിയായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഇന്ന് രാത്രി നമുക്കൊന്ന് ചിന്തിക്കാം, നമ്മുടെ പ്രയോഗവും നമ്മുടെ വിശ്വാസവും തമ്മിൽ എത്ര ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന്. നാം ത്രിത്വ വിശ്വാസികളാണ്, ത്രിത്വ അനുഭവസ്ഥരാണ്. പാപത്തിന്റെ കൈപ്പിന് എത്രമാത്രം നാം ഉറച്ചു മാറ്റിവെച്ചിട്ടുണ്ട്. ജീവിതത്തിന്റെ ഓരോ കോണുകളിൽ, ചില വ്യക്തികളോടുള്ള ബന്ധത്തിൽ, ചില വസ്തുക്കളോടുള്ള സമീപനത്തിൽ, ചില കള്ളം പറയാൻ ബന്ധുക്കൂസാർ മടിക്കുമോ? ഞാൻ പറഞ്ഞ ചിലർക്ക് കേൾക്കുള്ളൂ. കൊച്ചു കൊച്ചു കള്ളം. ഒരു എയർ ടിക്കറ്റ് മാറണമായിരുന്നു എനിക്ക്. എന്റെ കൂപ്പൺ ശരിയല്ലായിരുന്നു. ഞാൻ ആ കൂപ്പണും കൊണ്ട് ഒരിടത്ത് പോയി. അപ്പൊ എനിക്ക് ചിലർ പറഞ്ഞ നിർദ്ദേശം, എന്നെ ക്ഷണിച്ച വ്യക്തികൾ നാട്ടിൽ പോയിരിക്കുന്നതിനാൽ എന്റെ കൂപ്പൺ ഒന്ന് മാറ്റി തരണം. എന്റെ പ്രോഗ്രാമിന് ചേഞ്ച് വന്ന് ക്ഷണിച്ച വ്യക്തികൾ ശംഖ് പൊട്ടിപ്പോയി. കർത്താവെ, കള്ളം പറയണം, ഇച്ചിരി ഡോളർ ലാഭിക്കാനായിട്ട് കള്ളം പറഞ്ഞു വെച്ച് ഞാൻ നാളെ സ്റ്റേജ് എന്ന് പ്രസംഗിക്കുമോ? വളരെ എന്തിനും ഒരു ദൈവവൈദ്യർ വന്നു സത്യം പറഞ്ഞു എന്നെ ഇച്ചിരി ഡോളർ കൂടുതൽ കൊടുത്ത് എന്നെ സഹായിച്ചു. പക്ഷേ സാധാരണഗതിയാൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി ഒരു ചെറിയ കള്ളം പറഞ്ഞ് ഇച്ചിരി ഡോളർ ലാഭിച്ചാൽ ശരിയല്ല. ഞാൻ തിരിച്ചു പോകുമ്പോൾ ദൈവസഭയ്ക്ക് വേണ്ടി നിങ്ങൾ എന്റെ കുറെ സാധനങ്ങൾ നന്നായിക്കാന്ന് വിചാരിച്ചു. കസ്റ്റംസിൽ ചെല്ലുമ്പോൾ ചോദിക്കുമല്ലോ ഉണ്ടോന്ന്. ഞാനൊന്ന് നോക്കി, 4 കെട്ടെടുത്തിങ്ങനെ കാണിച്ച് നല്ല ആ നൈസർഗികമായ ചിരിയൊക്കെ ഒന്ന് ചിരിച്ച് സാറെന്നും പറഞ്ഞ് കൈകുലിക്കിയാൽ ഒരുപക്ഷെ വലിയ ലാഭത്തോടെ പോകുവാനായിട്ട് സാധിക്കും. പെന്തക്കോസ്തുകാരാ, നീ ദൈവത്തെ കള്ളം പറഞ്ഞ് സഹായിക്കേണ്ട ആവശ്യമില്ല. നീ കാട്ടെടുത്ത വസ്തു ദേവാലയത്തിൽ, ദൈവത്തിന്റെ ആലയത്തിൽ കൊള്ളത്തില്ല. നീ വഞ്ചിച്ചുണ്ടാക്കിയിരിക്കുന്ന പണം ദൈവത്തിന് ആവശ്യമില്ല. സഹോദര, സഹോദരി, പിശാച് നിന്റെ അടുക്കൽ ഒന്ന് ഉപായ രൂപേണ നിന്നോട് പറയും, അല്പം കള്ളം പറയുക, ഒരു ചെറിയ പ്രയോഗം ചെയ്യുക, അല്പം മോഷ്ടിക്കുക, അല്പം ചതിക്കുക, ഇത് വലിയ പാപമല്ലെന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം പരിശുദ്ധാത്മാവിനെ നിനക്ക് തന്നിരിക്കുന്നത് വ്യാജത്തിന്റെയും വഞ്ചനയുടെയും ഭോഷ്കിന്റെയും ആലോചനകളെ ഭസ്മീകരിച്ച് ക്രിസ്തുവിന്റെ സത്യത്തിൽ നിന്നെ നിലനിർത്തുന്നതിനായിട്ടാണ്. ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ ഒന്ന് വിലയിരുത്താം. പരിശുദ്ധാത്മാവ് എത്രമാത്രം വിശുദ്ധിയിലേക്ക് നമ്മളെ നയിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എത്രമാത്രം വാസ്തവത്തിലേക്ക് നമ്മളെ നടത്തും. സത്യത്തിന്റെ ഒഴുക്കിലേക്ക്, പരമാർത്ഥതയുടെ ഹൃദയത്തിലേക്ക്. പകയും കയ്പും പിണക്കും കക്ഷിവേരവും ശങ്കയും കോപവും വാഗ്വാദവും കൃപയില്ലാത്ത വാക്കുകളും കനിവില്ലാത്ത ആലോചനകളും ഫലത്തോടെ സമാധാനത്തിൽ വൈയക്തിക ബന്ധങ്ങളെ സൂക്ഷിക്കുവാൻ, നിന്റെ കുടുംബ ജീവിതത്തെ സൂക്ഷിക്കുവാൻ, നിന്റെ സഹോദരനോടുള്ള ബന്ധത്തെ സൂക്ഷിക്കുവാൻ
ദൈവത്തിന്റെ ജീവന്റെ റൂഹ നിന്റെ ഉള്ളിൽ പതിയിരിക്കുന്നത് നിന്റെ ഉള്ളിലുള്ള പാപത്തെ ഭസ്മീകരിക്കുവാനായിട്ടാണ്. നമ്മിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എന്ന് വരികിൽ നാം തീർച്ചയായിട്ടും ജീവിക്കും. ഇല്ല എങ്കിൽ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നാം മരിച്ചു. ഇന്ന് രാത്രി ദൈവത്തിന്റെ നിക്ഷേപത്തിന്റെ മഹാത്മ്യത്തെ കണ്ടുകൊണ്ട്, ദൈവത്തിന്റെ നിക്ഷേപത്തിന്റെ വിലയെ കണ്ടിട്ട്, ദൈവിക നിക്ഷേപത്തിന്റെ പദ്ധതിയെ മനസ്സിലാക്കി യഥാർത്ഥ വിശുദ്ധീകരണത്തിനായി നമുക്ക് നമ്മളെയും നമ്മുടെ ബന്ധങ്ങളെയും നമ്മുടെ ഇടപാടുകളെയും കർത്താവിനൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, നീ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ഞാൻ എന്നിലെ പാപത്തിന്റെ ചിന്തകളെ മരിപ്പിക്കും. ഞാൻ വിശുദ്ധനായി ജീവിക്കും. എന്നിൽ നിന്റെ വിശുദ്ധീകരണത്തിന്റെ വേറെ ആഴമായി നടക്കും. പരമാർത്ഥതയോടുകൂടെ, സത്യസന്ധതയോടുകൂടെ, മനസ്സലിവോടുകൂടെ, ദീർഘക്ഷമയോടുകൂടെ, പാപത്തോട് ബന്ധം പുലർത്താതെ ദൈവത്തിന്റെ നീതിയിൽ ശോഭിക്കുവാൻ അത്യുന്നതന്റെ ആത്മാവിന്റെ ശക്തി എന്റെ മേലെന്നും ജീവന്റെ ശക്തിയായി വ്യാപരിപ്പിക്കണമേ. വഞ്ചിച്ചെടുത്തിരിക്കുന്ന പണങ്ങളെ നമുക്ക് തിരിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞിരുന്നെന്ന് വരിക. കള്ളം പറഞ്ഞ് മേടിച്ചിരിക്കുന്ന മാന്യതകളെ നമുക്കൊന്ന് മാറ്റിക്കളയുവാൻ കഴിഞ്ഞിരുന്നെന്ന് വരിക. വ്യാജത്തിന്റെ ചീട്ടുകളെ ഇന്നടുത്ത് ഉപേക്ഷിക്കുവാൻ കഴിഞ്ഞിരുന്നെന്ന് വരിക. അത്യുന്നതന്റെ ജീവന്റെ മധുരമേ നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കും. പണ്ടൊരിക്കൽ നീ നൃത്തം ചെയ്തപ്പോൾ ദൈവത്തിന്റെ പൈതലെ നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നിഷ്കളങ്കമായിരുന്നു. നീ ഒരു പുതിയ ഹൃദയത്തിൽ അനുതാപത്തോടെ, തകർച്ചയോടെ, ദുഃഖത്തോടെ കരഞ്ഞപ്പോഴാണ് അന്ന് അഗ്നി ഇറങ്ങിയത്. ഇന്ന് നീ തീ കത്തിക്കാനായിട്ട് ശ്രമിക്കുക, തീ കത്തുന്നില്ല. കാഠിന്യത്തിന്റെ, കയ്പിന്റെ, കഠോരതയുടെ കല്ലായി തീർന്നിരിക്കുന്ന ആവശ്യങ്ങളെ ഇന്ന് രാത്രി നമുക്ക് തുറന്ന് ദൈവസന്നിധിയിൽ സമ്മതിക്കാം. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് ജീവനിൽ ക്രിസ്തുവിനോടുകൂടെ വാഴുവാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ആത്മാവിന്റെ ആ പരമാർത്ഥതയോടുകൂടെ ജീവിത വിശുദ്ധി നടക്കുന്നതിനായി, ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നതിനായി പെന്തക്കോസ്തിന്റെ അനുഭവം ക്രെഡിബിലിറ്റിയുടെ അനുഭവമായി തീരുവാൻ എന്റെ ഉള്ളിൽ ആഴമായ വേല നടത്തണമേ എന്ന ജാഗ്രതയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ പ്രവൃത്തി അവൻ ആരംഭിച്ചിരിക്കുന്നത് അവസാനത്തോളം തികയ്ക്കുന്നതിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.